നമസ്കാരം. നമ്മൾ ഗാന്ധിജിയുടെ മൂവ്മെൻറ്റിലേക്ക് ഇനി വരികയാണ്. പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരുന്നത് പ്രധാനമായും 3 ഭാഗത്തു നിന്നാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. എന്നാൽ ഗാന്ധിയുടെ ആദ്യകാല മൂവ്മെൻറ്റുകളിൽ നിന്ന് ചരിത്രപരമായി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യകാല മൂവ്മെൻറ്റുകൾ, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ, ഗാന്ധിജി ഒപ്പിട്ട പൂന ഉടമ്പടി, അങ്ങനെ കുറച്ച് ഘടകങ്ങളിൽ നിന്നാണ് ഇനി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ആ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഗാന്ധിജി ആദ്യകാല ജീവിതം ദക്ഷിണാഫ്രിക്കയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായും NCERT ചാപ്റ്ററുകളിലാണ് ആദ്യകാല ജീവിതത്തെ പരാമർശിക്കുന്നത്. NCERT ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ആദ്യകാല ജീവിതം നമ്മളൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് 10ാം തരത്തിലെ LDC പരീക്ഷയിൽ പ്രധാനമായും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയും ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുകയും ചെയ്ത പല ക്വസ്റ്റ്യൻസും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യകാല സമരങ്ങളെന്ന് പറയുമ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം 18ലെ അഹമ്മദാബാദ് മിൽ സമരം, 18ലെ കേദാ സത്യാഗ്രഹം എന്നിവയാണ് ആദ്യകാല സമരങ്ങൾ. എന്നിരുന്നാലും ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയ കാലഘട്ടം മുതലുള്ള ചില ചരിത്ര വസ്തുതകൾ സ്കൂൾ പാഠപുസ്തകങ്ങൾ പലയിടത്തായി പറയുന്നത് നമുക്ക് ഒരുമിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ആദ്യകാല പ്രശ്നങ്ങളിലേക്കൊക്കെ വരാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. 1915 ജനുവരി 9 ഗാന്ധിജി തൻ്റെ പ്രവാസ കാലഘട്ടത്തെ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ 1915 ജനുവരി 9 ഗാന്ധിജി പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. 1915 ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. ഗാന്ധിജി 1893 അദ്ദേഹം ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന തടി വ്യവസായിയുടെ അവിടുത്തെ കേസുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു നിയമ ഉപദേശകനായിട്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. 21 വർഷക്കാലം അദ്ദേഹം പ്രവാസ കാലഘട്ടം അനുഭവിച്ചു, അല്ലെങ്കിൽ 21 വർഷക്കാലമാണ് അദ്ദേഹത്തിൻ്റെ പ്രവാസ കാലഘട്ടത്തിൻ്റെ ഡ്യൂറേഷൻ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ജനിക്കുന്നത്. 1869 ഒക്ടോബർ 2. ചിലർ ഈ വർഷമൊക്കെ അങ്ങ് മറന്നുപോകും. നമുക്ക് വളരെ എളുപ്പമുള്ളൊരു വർഷമാണ്. പക്ഷെ എന്തോ ചിലർ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ പെട്ടെന്ന് ഓർക്കത്തില്ല. അത് കാണാതെ പഠിക്കണം. 1869 ഒക്ടോബർ 2 1869 ഒക്ടോബർ 2 അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പണ്ടൊരു LD പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഗൃഹത്തിൻ്റെ പേര്, ആ വീടിൻ്റെ പേര്, ആ ജന്മഗൃഹമാണ് കീർത്തി മന്ദിർ. ജന്മഗൃഹം അറിയപ്പെടുന്ന പേരാണ് കീർത്തി മന്ദിർ. അപ്പോൾ ഗാന്ധിജിയുടെ ജന്മഗൃഹമാണ് കീർത്തി മന്ദിർ. LGS പരീക്ഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ സമുദായം ചോദിച്ചിട്ടുണ്ട്. ബനിയ സമുദായ അംഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അത് കീർത്തി മന്ദിറാണ് ജന്മഗൃഹം. 1869 ഒക്ടോബർ 2 ജനിച്ചത്. 1893 ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. 1915 ജനുവരി 9 തൻ്റെ പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. അങ്ങനെ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് ഗാന്ധിജി ഗോഖലയെ പോയി കാണുന്നു. അതിനു മുമ്പ് മറ്റു ചില നേതാക്കളെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഗോഖലയെ പോയി കാണുമ്പോഴാണ് അദ്ദേഹത്തിന് ഗോഖലയോട് ഒരു വലിയൊരു ആരാധന തോന്നുന്നു. പിന്നീട് ഗംഗയെപ്പോലെയാണ് ഗോഖലെ, അത്ര പുണ്യമായ നദിയെപ്പോലെയാണ് ഗോഖലെ എന്ന് ഗാന്ധിജി തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ. അപ്പോൾ ഗോഖലെയാണ് ഉപദേശിക്കുന്നത്. ഇങ്ങനെ കോൺഗ്രസിലും മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഒട്ടയാകെ ഒന്ന് സന്ദർശിക്കുക. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥയും ജനങ്ങളുടെ ജീവിത രീതിയും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതുകൊണ്ട് ഗാന്ധിജി പിന്നീട് ഇന്ത്യ മുഴുവനുള്ള യാത്രയിൽ കുറച്ചുകൂടെ കേന്ദ്രീകരിക്കുകയാണ്. ഗാന്ധിജി തന്നെ ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി തൊട്ടടുത്ത വർഷം തന്നെയാണ്. അപ്പോൾ ആ വർഷങ്ങളെല്ലാം ഗാന്ധിജി ഈ വർഷങ്ങളിൽ 15 ജനുവരി മുതലുള്ള ഈ മാസങ്ങളിൽ, ഈ വർഷം കഴിയുന്നത് വരെ അദ്ദേഹം പലയിടത്തായി യാത്രയൊക്കെ ചെയ്ത് ജനങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി ആദ്യമായിട്ട് അതിഥിയായിട്ട് ക്ഷണിച്ചത് അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ പ്രകടനങ്ങളെ ബേസ് ചെയ്താണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ ഐതിഹാസികമായ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർ അന്ന് ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. പാനി ബസന്റ് പോലെ ഉള്ളവരൊക്കെയായിരുന്നു ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നവർ. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യൻ ദേശീയതയായിട്ട് ബന്ധപ്പെട്ട്. അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്ത ഒരാളായിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടി ഏതാണെന്ന് അറിയാമോ? ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടിയാണ് ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദി.
അപ്പോൾ അത് ഓർത്തു വെക്കണം. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയാണ് 1916 ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടിയായിട്ട് കരുതുന്നത്. അവിടെ വെച്ച് ഗാന്ധിജി നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ഈ അഭിപ്രായ പ്രകടനങ്ങളാണ് ഗാന്ധിജിയുടെ ഒരു ജനകീയതയ്ക്ക്, അല്ലെങ്കിൽ ഗാന്ധിജി എന്തുകൊണ്ട് ദേശീയ നേതാവായി ഉയർന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ. കാരണം അവിടെ വെച്ച് ഗാന്ധിജി പറയുകയാണ്, നമ്മൾ കർഷകരുടെ പരിതാപകരമായ ജീവിതാവസ്ഥയെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ കർഷകരുടെ അധ്വാനത്തിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ നേടാൻ ശ്രമിച്ചാൽ, അത് നേടാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം ഭരണത്തിൻ്റെ വീര്യമുണ്ടാകില്ല. നമ്മുടെ മോചനം കർഷകരിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇത്തരം വരികൾ NCERT പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വരികൾ +2 LD ലെവലിൽ പരീക്ഷയ്ക്കും വരാം. നമ്മുടെ മോചനം കർഷകരിലൂടെ മാത്രമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. കാരണം ഗാന്ധിയുടെ പല കോഴ്സുകളും പരീക്ഷയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഉപഭോക്താവ് രാജാവാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഗാന്ധിയുടെ ചില കോഴ്സുകളൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതായി കണ്ടുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും ശ്രദ്ധിക്കണം. നമ്മുടെ മോചനം കർഷകരിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന പ്രസ്താവന ഗാന്ധിയുടെയാണ്. എന്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യയിലെ ഏറ്റവും അനിഷേധ്യ നേതാവായി മാറി, എന്തുകൊണ്ട് 19 മുതൽ 47 വരെ ഗാന്ധി യുഗമായി മാറി എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഉദ്ധരണി. കാരണം മധ്യവർഗ സമൂഹത്തിൻ്റെ ദേശീയതയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? മധ്യവർഗ സമൂഹത്തെ ദേശീയതയിലേക്ക് ആകർഷിച്ചത് 1905 ബംഗാൾ വിഭജനവും അതിനെ തുടർന്നുണ്ടായ സ്വദേശി പ്രസ്ഥാനമാണ്. എന്നിരുന്നാലും ഏറ്റവും താഴെത്തട്ടിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനവിഭാഗമായ കർഷക തൊഴിലാളികൾ ഈ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഗാന്ധിജി ഏറെക്കുറെ ശ്രമിച്ചതും ഈ കർഷക തൊഴിലാളികളുടെ സമരങ്ങളെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരിക, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തങ്ങളുടെ ആവശ്യം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ദൈവദൂതനാണ് ഗാന്ധിജി എന്ന് ഏറെ വരുന്ന വളരെ വലിയ ഒരു കർഷക സമൂഹം ചിന്തിച്ചത് കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിലെ ഏറ്റവും വലിയ അനിശ്ചിത നേതാവായി മാറാൻ തുടങ്ങിയത്. മാത്രമല്ല മധ്യവർഗത്തിനെയോ അതിൻ്റെ ഉപരിവർഗത്തെ പോലുള്ള വേഷ സംവിധാനങ്ങളല്ലായിരുന്നു ഗാന്ധിയുടെ. ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വേഷ സംവിധാനങ്ങളാണെങ്കിലും ഒരു സാധാരണക്കാരനോട് അനുയുക്തമായിട്ടുള്ളതായിരുന്നു, സാധാരണക്കാരനെ പോലെയുള്ളതായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയും ബുദ്ധിജീവികളുടെ ഭൗതികമായ നിലവാരത്തിലുള്ളതായിരുന്നില്ല. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന വളരെ സാധാരണമായ ഭാഷയിലാണ് അദ്ദേഹം പ്രസംഗങ്ങളും സംഭാഷണങ്ങളും നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. അതുമാത്രമല്ല ഒരു ചാപ്റ്ററിൽ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷ സംവിധാനത്തെക്കുറിച്ച്. വേഷ സംവിധാനം ഒരു ചെറിയൊരു തോർത്തുമുണ്ടോ നേരിയ തോർത്തോ ഒക്കെ മാത്രമായിരിക്കും പലപ്പോഴും. എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായ കർഷകൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വേഷ സംവിധാനമാണ്. സാധാരണക്കാരൻ്റെ വേഷം, ഭാഷ, വസ്ത്രം, സാധാരണക്കാരുടെ ജീവിത നിലവാരം, ആ സാധാരണക്കാരോട് അടുത്തിടപഴകാനുള്ള മനോഭാവം, അതോടൊപ്പം തന്നെ കർഷക സമരങ്ങൾ ഏറ്റെടുക്കാനുള്ള മനോഭാവം, ഇതൊക്കെയാണ് ഗാന്ധിജിയെ ഇന്ത്യയിലെ നേതാവായി നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. പ്രസ്താവനയിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഇത്ര ഡിസ്ക്രിപ്റ്റീവായി ആ കാര്യങ്ങളെ പറയുന്നത്. അങ്ങനെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് ഇടയ്ക്ക് വന്നപ്പോൾ തന്നെ 1901 കൽക്കട്ട സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജി പ്രസിഡന്റായ സമ്മേളനം 24 ബെൽഗാം സമ്മേളനമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബനാറസ് സമ്മേളനത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതോടുകൂടി കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രമുഖനായ ഒരു നേതാവായി ഏറെക്കുറെ ആൾക്കാർ ഗാന്ധിജിയെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ 1916 ലക്നൗ സമ്മേളനം എത്തുന്നു. അപ്പോൾ ആ ബനാറസ് സമ്മേളനമാണ് ആദ്യ പൊതുപരിപാടി എന്ന് പറഞ്ഞു. അതിനുശേഷം 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. ലക്നൗ എന്ന് പറയുന്ന കോൺഗ്രസ് സമ്മേളനം നമുക്കറിയാമല്ലോ. ലക്നൗ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ? മിതവാദികളും തീവ്രവാദികളും യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും യോജിച്ചു പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലക്നൗ ഉടമ്പടി പോലും ഒപ്പിട്ടിട്ടുണ്ട്. 1916 ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത്. പക്ഷെ അത് ജിന്നയും ബാലഗംഗാധര തമ്മിലായിരുന്നു ലക്നൗ ഉടമ്പടി ഒപ്പിട്ടത്. ഈ സമ്മേളനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടി എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ സമ്മേളനത്തിൽ വെച്ച് ഒരു കർഷക നേതാവ് അല്ലെങ്കിൽ കർഷക ഉടമ, ഭൂ ഉടമ തന്നെയാണ് അദ്ദേഹം, കർഷകരുടെ ഏകോപിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു കർഷക നേതാവ് ഗാന്ധിജിയെ വന്ന് കണ്ടിട്ട് തങ്ങളുടെ ഗ്രാമത്തിലെ കർഷകർ അനുഭവിക്കുന്ന വളരെ ദുരിതമായ അവസ്ഥയെക്കുറിച്ച് ഗാന്ധിയോട് പറയുകയാണ്. ആ കർഷക നേതാവിൻ്റെ പേരാണ് രാജ്കുമാർ ശുക്ല. ആ പ്രാദേശികമായ ഭൂ ഉടമയും കർഷക നേതാവുമായിരുന്ന രാജ്കുമാർ ശുക്ല താൻ വരുന്നത് ബീഹാറിൽ നിന്നാണെന്നും അവിടെ നീലം കർഷകർ അനുഭവിക്കുന്നത് വളരെ വലിയ ദുരിതമാണെന്നും ഒരു കർഷകരെ
ആ ദുരിതത്തിൽ നിന്ന് കരകയറ്റി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരുടെ അവകാശങ്ങളെ ഈ ഒരു ഭരണകൂടത്തിൽ നിന്ന് നേടിയെടുക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാണ് രാജ്കുമാർ ശുക്ല അന്ന് ഗാന്ധിജി അറിയിച്ചത്. അങ്ങനെ 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി ചമ്പാരൻ എന്ന് പറയുന്ന ഒരു സ്ഥലവും അവിടുത്തെ നീലം കർഷകരുടെ ദുരിതങ്ങളെക്കുറിച്ചും കേൾക്കുകയാണ്. അദ്ദേഹം ഉറപ്പ് നൽകി, ശരി ഞാൻ വരാം. അങ്ങനെ അദ്ദേഹം ചമ്പാരനിലേക്ക് എത്തുവാനായിട്ട് തീരുമാനിച്ചു. 1917 മാർച്ച് മാസത്തോടു കൂടി അദ്ദേഹം ചമ്പാരനിലേക്ക് എത്തി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ ചമ്പാരന് വലിയൊരു അല്ലെങ്കിൽ ഈ നീലം കർഷകർക്ക് വലിയൊരു പശ്ചാത്തലമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവം വളരെ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ശക്തി പ്രാപിച്ചു. അങ്ങനെ തുണിമിൽ വ്യവസായം വളരെ വലിയ തോതിൽ വളർന്നു. അത്തരം സാഹചര്യത്തിൽ തുണിമിൽ വ്യവസായം വലിയൊരു ധനാർഗമ മാർഗമായി മാറിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വസ്തുവായി ഇന്ത്യൻ നീലങ്ങൾ മാറിയിരുന്നു. അപ്പോൾ നീലം തൊഴിലാളികൾ ഇന്ത്യയുടെ നീലത്തിന് യൂറോപ്പിൽ വൻ ഡിമാൻഡായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ 1/3 അന്ന് പറഞ്ഞിരുന്നത് 1/3 പ്രദേശങ്ങളും നീലത്തിന് വേണ്ടി മാറ്റിവെക്കണം, എന്നിട്ട് നീലം കൃഷി ചെയ്യണം, അതിനുവേണ്ടി കുറച്ച് അഡ്വാൻസ് തരാം എന്ന് പറഞ്ഞ് കുറേ തുകയൊക്കെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തപ്പോൾ കർഷകർ തങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നീലം കൃഷിക്കായിട്ട് മാറ്റിവെച്ചു. ജർമ്മനിയിലെ കൃത്രിമ ചായം വലിയ ഡിമാൻഡ് സ്വീകരിച്ചതോടുകൂടി ഇന്ത്യൻ നീലത്തിന് ഡിമാൻഡ് ഇല്ലാതായി മാറി. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ എത്തി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വാക്ക് വിശ്വസിച്ച് തങ്ങളുടെ ഭൂരിഭാഗം ഭൂമികളും നീലത്തിനായിട്ട് മാറ്റിവെച്ച കർഷകർ ദുരിതത്തിലായി. കാരണം ഈ നീലം കൃഷി ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം മറ്റ് ഇടനിലയായിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റ് ഇടനിലയായിട്ടൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചെറുവിളകളൊന്നും അതിൻ്റെ ഇടയിൽ വളരുകയില്ല, മണ്ണിൻ്റെ ബലഭൂഷ്ഠത ഏകദേശം നശിക്കും എന്നുള്ളൊരു പ്രശ്നമാണ് നീലത്തിനുള്ളത്. മാത്രമല്ല ഇവർ കൊടുക്കുന്ന നീലം ഡിമാൻഡ് ഇല്ലാതായി മാറി, കെട്ടിക്കിടക്കാൻ തുടങ്ങി. റെയിൽവേയുടെ വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാധനങ്ങളൊക്കെ ദൂരത്ത് കൊണ്ടുപോകാൻ ബ്രിട്ടീഷ് ഭൂവുടമകൾക്ക് കഴിയുമായിരുന്നു. അവരങ്ങനെ കൊണ്ടുപോയി ഇവരുടെ കയ്യിൽ നിന്ന് ചെറിയ തുകയ്ക്ക് മേടിച്ച് പലപ്പോഴും മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കി. എന്നാൽ വൻ ഡിമാൻഡ് യൂറോപ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഉൽപ്പാദിപ്പിച്ച പല ഉൽപ്പന്നങ്ങളും ഈ യൂറോപ്യൻ മുതലാളിമാർ അല്ലെങ്കിൽ ആ ശേഖരിക്കാൻ വന്ന ഇടനിലക്കാരായ മുതലാളിമാർ വാങ്ങിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു ജീവിതമാണ് കർഷകർ നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല. നികുതി അടയ്ക്കാത്തവരുടെ വസ്തുവകകളും അതുപോലെ തന്നെ കാർഷിക പാടങ്ങളും ഒക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കാനും തുടങ്ങി. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ അവർ അതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിൽ വലിയൊരു കാർഷിക കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഇതാണ് ഇൻഡിഗോ കലാപം. അപ്പോൾ 1859 1859-60 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരുടെക്കെതിരെ നീലം കർഷകർ നടത്തിയ കലാപമാണ് നീലം കലാപം അഥവാ ഇൻഡിഗോ കലാപം. ഇൻഡിഗോ കലാപം 1859-60 കാലഘട്ടങ്ങളിലാണ്. ആ കലാപം നയിച്ചത് ബിശ്വാസ് സഹോദരങ്ങളാണ്. BISWAS ബിശ്വാസ് സഹോദരങ്ങളാണ് ഇൻഡിഗോ കലാപം നയിച്ചത്. അപ്പോൾ ഇൻഡിഗോ കലാപം നയിച്ചത് ബിശ്വാസ് സഹോദരങ്ങളാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇത് വളരെ വലിയൊരു സംഘടിതമായ ഒരു കാർഷിക കലാപമായിട്ട് പരിഗണിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക കലാപമായിട്ട് സന്യാസി ഫക്കീർ കലാപത്തെയാണ് പരാമർശിക്കുന്നത് കേട്ടോ. ആദ്യകാല കാർഷിക കലാപം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയുള്ള ആദ്യകാല കർഷക കലാപമാണ് സന്യാസി ഫക്കീർ കലാപം. എന്നാൽ വളരെ വലിയ സംഘടിതമായ ഒരു കർഷക കലാപമാണ് ഇൻഡിഗോ കലാപം. ഇൻഡിഗോ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീൽ ദർപ്പണം എന്ന് പറയുന്ന നാടകം രചിച്ചത് ദീനബന്ധുമിത്രയാണ്. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ എന്നല്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ചിലർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും നിങ്ങളൊന്ന് നന്നായിട്ട് ഓർത്തു വെക്കണം. ആ ഒരു നാടകത്തിൻ്റെ പേരാണ് നീൽ ദർപ്പൺ. ദീനബന്ധുമിത്ര. ഇൻഡിഗോ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധുമിത്രയാണ്. ഇൻഡിഗോ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ഇതാണ് കർഷകത്തിൻ്റെ ഒരു പശ്ചാത്തലം. പിന്നീട് ചമ്പാരനിലേക്ക് വന്നാൽ അവിടെയുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആകെ ഭൂമിയുടെ 3 ഭാഗം നീലം കൃഷിക്കായിട്ട് മാറ്റിവെക്കാനായിട്ട് പറഞ്ഞു. നീലത്തിന് വീണ്ടും ഡിമാൻഡായി മാറി. ആകെ നീലത്തിൻ്റെ 23 ഭാഗം ആകെ നീലത്തിൻ്റെ 23 ഭാഗം നീലം കൃഷിക്കായിട്ട് മാറ്റിവെക്കണമെന്ന് പിന്നീട് ബ്രിട്ടീഷുകാർ പറയുകയും അങ്ങനെ നിർബന്ധമാക്കുകയും ചെയ്തു. അതിനെ തീൻകടീയ അല്ലെങ്കിൽ തിങ്കതീയ എന്നൊക്കെ പറയും. നമുക്ക് തീൻകതീയ എന്ന് പറയാം. തീങ്കതീയ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണത്. അങ്ങനെ ഒരു നിർബന്ധിതമായ നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി. പലപ്പോഴും ഈ യൂറോപ്യൻ നീലം
ഉടമകൾ അല്ലെ യൂറോപ്യൻ കച്ചവടത്തിന് വന്ന ആ യൂറോപ്യൻ തോട്ട ഉടമകൾ കുറഞ്ഞ വില കൊടുത്തിട്ടാണ് ഇത് മേടിക്കുന്നത്. കർഷകർക്ക് നികുതി പോലും അടയ്ക്കാൻ പറ്റാത്ത വലിയ ദുരിതത്തിലേക്ക് പോയി എന്നാണ് ഈ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയോട് പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജി തീർച്ചയായിട്ടും ഇതിനെതിരെ ഉപവസിക്കാനും ഇതിനെതിരെ സംഘടിക്കാനും ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ഏർപ്പെടാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അദ്ദേഹം അഹിംസ എന്ന് പറയുന്നൊരു മാർഗമാണ് സ്വീകരിച്ചിരുന്നത്. ഉപവാസത്തിലൂടെയൊക്കെയുള്ള ഒരു സമരം ആണ് നല്ലത് എന്ന് ഗാന്ധിജി പറയുകയും ഗാന്ധിജി ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ വിജയിച്ച ഒരു സമരമാർഗം അവിടെ ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ഗാന്ധിജി സത്യാഗ്രഹം എന്നൊരു മാർഗം അവിടെ ഏർപ്പെടുത്തി. സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി അവിടെ ഏർപ്പെടുത്തുകയാണ്. സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിജി പല നിർവചനങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ്. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമാണ്. സത്യാഗ്രഹം ബലവാന്റെ ആയുധമാണ്. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു. സത്യാഗ്രഹി തിന്മ ചെയ്തയാളെ വെറുക്കുന്നില്ല. ഇത് സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിയുടെ നിർവചനമാണ്. ആ നിർവചനവും ഇനി അറിഞ്ഞിരിക്കണം. സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ നിർവചനം ഏതായിരുന്നു? സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമാവണം. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുകയാണ്. സത്യാഗ്രഹം ബലവാന്റെ ആയുധമാണ്. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, പക്ഷേ തിന്മ ചെയ്തയാളെ വെറുക്കുന്നില്ല. അതാണ് വ്യത്യാസം. സത്യാഗ്രഹി എന്തിനെ വെറുക്കുന്നത്? തിന്മയെ വെറുക്കുകയാണ്, പക്ഷേ തിന്മ ചെയ്ത ആളെ വെറുക്കുന്നില്ല. ഇതാണ് സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിയൻ നിർവചനം. ഓക്കെ, സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിയുടെ നിർവചനമാണിത്. ക്ലിയറായി. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഇന്ത്യയിൽ ചമ്പാരനായിരുന്നു. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കാർഷിക കലാപം ഇന്ത്യയിൽ ചമ്പാരനായിരുന്നു. അത് 1917 ചമ്പാര സത്യാഗ്രഹം എന്നുള്ള കാര്യം കൂടി നമ്മളോട് ഓർക്കണം. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഒപ്പം തന്നെ പ്രമുഖരായ നേതാക്കൾ ധാരാളം പേരുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എഴുതിയ പുസ്തകമാണ് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് ഓർത്തു വെക്കണം. സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ രാജേന്ദ്ര പ്രസാദിൻ്റെ പുസ്തകമാണ് എന്നും കൂടെ നിങ്ങളവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1917 ഏപ്രിൽ ആയപ്പോൾ ഗാന്ധിജി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഏപ്രിൽ 18 ഒക്കെ ആയപ്പോൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കി. മൊയ്തരി ജില്ലയിലെ ജോർജ് ചാന്ദർ എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് അദ്ദേഹത്തെ ഹാജരാക്കിയത്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്താണ് താങ്കളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയും താങ്കൾക്ക് ഫൈനുണ്ട്, 100 രൂപ ഫൈൻ ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആ ഫൈൻ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാനത് അടയ്ക്കുകയില്ല, കാരണം ഞാനിവിടെ വന്നിരിക്കുന്നത് കർഷകരുടെ പ്രശ്നം പരിഹരിക്കാനാണ്. ഞാൻ കർഷകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് വന്നത്. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഈ സമൂഹത്തെ അറിയാനും കോടതിയുടെ മുന്നിലും ഞാനത് പറയുകയാണെന്നുള്ളൊരു തരത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ജോർജ് ചാന്ദറിന് ഇദ്ദേഹത്തോടൊരു മതിപ്പ് തോന്നുകയും എന്താണ് ഒരു കമ്മീഷനെ നിയമിക്കാം എന്ന തരത്തിൽ ഗവൺമെൻറ്റിനോട് ഉത്തരവിടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സത്യാഗ്രഹം അധിക നാൾ മുന്നോട്ട് പോകുന്നത് തങ്ങൾക്കും പോഷകരമാണെന്ന് മനസ്സിലാക്കിയ തോട്ടം ഉടമകൾ ഗവൺമെൻറ് സഹായത്തോടു ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ്റെ ശ്രമഫലമായിട്ട് അതിൽ ഗാന്ധിജി ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ കമ്മീഷൻ്റെ ഫലമായിട്ട് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സായി. ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് 17 പാസ്സായതിനു ശേഷം ഈ തീൻകടിയ എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഒഴിവാക്കണം. തീൻകടിയ എന്ന് പറഞ്ഞാൽ നിശ്ചിത ഭൂമി നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു സമ്പ്രദായം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക സമരം വൻ വിജയമായി തീർന്നു. അപ്പോൾ ഇതാണ് ആദ്യ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയേണ്ടത്, അല്ലെങ്കിൽ ഗാന്ധിയുടെ ആദ്യത്തെ മൂവ്മെൻ്റാണ് ചമ്പാര സത്യാഗ്രഹം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് വന്നത്. ഇനി സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് സത്യാഗ്രഹത്തെക്കുറിച്ച് സ്കൂൾ ടെസ്റ്റിൽ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മുഴുവൻ കണ്ടൻറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് വ്യക്തമായിട്ട് 2-3 തവണ ക്ലാസ് കണ്ട് ഒരു തവണ തന്നെ ക്ലാസ് കണ്ട് നോട്ട് വായിച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ കുറേ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, എന്തിനാണെന്ന് ചുമ്മാ ആലോചിക്കാം. നോക്കിയേ, 15 ജനുവരി 9 എന്തായിരുന്നു പ്രത്യേകത? 15 ജനുവരി 9 പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഓർമ്മയുണ്ടല്ലോ? പ്രവാസ കാലഘട്ടം കഴിഞ്ഞ് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ഓക്കെ, 1893 എന്തിനാണ് എഴുതിയേക്കുന്നത്? 93 ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് ദാദാ അബ്ദുള്ള എന്ന വ്യവസായിയുടെ നിയമ ഉപദേശവുമായി ബന്ധപ്പെട്ട് പോകുന്നത്. 21 വർഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രവാസ കാലഘട്ടം. ഗാന്ധിജിയെക്കുറിച്ച് വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞിരുന്നു.
ഗാന്ധിജി ജനിച്ച വർഷവും ഡേറ്റും ഒക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരാം, മറന്നു പോരുത്. 1869 ഒക്ടോബർ 2. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2. ഓക്കെ. കീർത്തി മന്ദിറാണ് അദ്ദേഹത്തിന്റെ ജന്മഗൃഹം. ബനിയ സമുദായ അംഗമായിരുന്നു. 16 ബനാറസ് സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയാണ്. ഓക്കെ. ലക്നൗ സമ്മേളനത്തിലാണ് ഗാന്ധിജി ഒരു വ്യക്തി വന്ന് അദ്ദേഹം പരിചയപ്പെടുന്നത്. ആ വ്യക്തിയുടെ പേരാണ് രാജ്കുമാർ ശുക്ല. അതിനെ തുടർന്ന് ഗാന്ധിജി ചമ്പാരനിലെ കർഷകരെ കുറിച്ച് അറിയാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഈ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി ചമ്പാരനിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിച്ച വ്യക്തിയാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. അപ്പോൾ ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് ലക്നൗ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് എന്ന് എഴുതണം. ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ചമ്പാരന്റെ പ്രത്യേകത എന്താ? 17 ചമ്പാര സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാര സത്യാഗ്രഹം. ചമ്പാര സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ്. സത്യാഗ്രഹ ഹറ്റ് ചമ്പാരൻ രചിച്ചത് രാജേന്ദ്ര പ്രസാദാണ്. ചമ്പാരൻ നഗരിയിൽ ബില്ല് പാസ്സായതോടുകൂടി തീൻഗതിയ സമ്പ്രദായം അവസാനിപ്പിച്ചു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ. ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ് ചമ്പാരൻ. പിന്നെ ഇടയ്ക്ക് ഇൻഡിഗോ കലാപം പറഞ്ഞിരുന്നു. ഇൻഡിഗോ കലാപം ആദ്യകാല നീലം കർഷകരുടെ ഒരു കലാപമാണ്. 59-60 കാലഘട്ടങ്ങളിലാണ്. ഇൻഡിഗോ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നാടകമാണ് നീൽ ദർപ്പൺ. ഇൻഡിഗോ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നാടകമാണ് നീൽ ദർപ്പൺ. ഇതാരുടെയാ? ദീനബന്ധു മിത്ര. അപ്പോ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ക്ലിയർ ആയി മനസ്സിലായോ? ഓക്കെ. ഒന്നോർത്ത് നോക്കിയേ, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? പറഞ്ഞതല്ലേ, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷമേത്? 1917. ചമ്പാരൻ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാ? രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവാര്? രാജ്കുമാർ ശുക്ല. അദ്ദേഹമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ലോക്കൽ ലീഡർ. 1916 INCയുടെ സമ്മേളനത്തിൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആര്? പറഞ്ഞ പേര് തന്നെയല്ലേ, ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ഈ പേര് ചിലപ്പോൾ മറന്നു പോവാം, നിങ്ങളത് ഒന്നുകൂടെ ഓർത്ത് പഠിക്കണത്. അപ്പോൾ ആരാണത്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. നീലം തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാര സത്യാഗ്രഹം. തീങ്കതിയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചമ്പാര സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ പഠിച്ചു, നമ്മൾ ഗാന്ധിയുടെ ചെറിയൊരു ആദ്യകാല ചരിത്രം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത്, അദ്ദേഹം പങ്കെടുത്ത ആദ്യ സമ്മേളനം, ലക്നൗ സമ്മേളനത്തിൽ നടന്ന കാര്യം, ചമ്പാര സത്യയിൽ എത്തിയ സാഹചര്യം, ഇതൊക്കെ നമ്മൾ ക്ലിയറായി പഠിച്ചു. ഇൻഡിഗോ കലാപം കൂടി അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവാം. അതിൻ്റെ പേരാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ചമ്പാര സത്യാഗ്രഹമാണ്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യകാല ചില പ്രക്ഷോഭങ്ങളെ കുറിച്ചും ഒക്കെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടത് അഹമ്മദാബാദ് മിൽ സമരമാണ്. അപ്പോൾ ഈ അഹമ്മദാബാദ് മിൽ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് നമുക്കത് ഓർമ്മ പുതുക്കാം. ജസ്റ്റ് അതൊന്ന് എഴുതി വെക്കാം. അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ഈ 1917 മധ്യത്തിൽ, അതായത് ഒന്നാം ലോക മഹായുദ്ധം ഒക്കെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളിൽ 17കളുടെ മധ്യത്തിൽ ഇവിടെ, അതായത് നമ്മുടെ അഹമ്മദാബാദിൽ, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം ധാരാളമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. അങ്ങനെ പടർന്നു പിടിക്കുന്നത് ഒരു ചെറുതായിട്ട് പടർന്നു പിടിക്കുകയല്ല, ആകെ ജനസംഖ്യയുടെ 10% പേരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ആ ഒരു അസുഖം പടർന്നു പിടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഭയമായി മാറി. അഹമ്മദാബാദിലെ പല തൊഴിലാളികളും ജോലിക്ക് വരാതെയായി അങ്ങനെ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഹമ്മദാബാദ് എന്ന് പറയുന്നത് തുണി വ്യവസായങ്ങൾക്ക് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. തുണിമിൽ തൊഴിലാളികളാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് യൂറോപ്യന്മാരായ തുണി ഉടമകൾക്ക് നഷ്ടം നേരിട്ടു. അങ്ങനെ നേരിട്ടപ്പോൾ ഗവൺമെന്റിന് നികുതി കുറയുകയും ചെയ്തു. അപ്പോൾ പ്രസ്തുത ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പ്രാദേശിക ഗവൺമെന്റും അതുപോലെ തന്നെ ഈ ഒരു തുണിമിൽ ഉടമകളും വളരെയധികം ചർച്ച ചെയ്ത് ഒരു കാര്യത്തിലേക്ക് എത്തി. നമുക്കൊരു കാര്യം ചെയ്യാം,
ബോണസ് അനുവദിക്കാം, പ്ലേഗിന്റെ ബോണസ്, പ്ലേഗ് ബോണസ് അനുവദിക്കാം. 50% മുതൽ 80% വരെ, ചിലയിടത്ത് 80% വരെ, സാലറിയുടെ 80% വരെ ബോണസ് അനുവദിക്കാം നിങ്ങൾ ജോലിക്ക് വന്നാൽ എന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇതൊരു ആൾക്കാർക്ക് വളരെ അട്രാക്റ്റീവായി തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധാനന്തരം സാമ്പത്തിക മാന്ദ്യം വളരെ രൂക്ഷമായിരുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിരുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ പൊറുതിമുട്ടിയിരുന്ന അവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ വലിയൊരു നികുതി ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകുകയും വേണമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ അധികം ലഭിക്കുന്ന ബോണസ് വലിയൊരു സഹായമായി മാറി. അങ്ങനെ അവർ ജോലിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ജോലിക്ക് വന്ന് അവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്ലേഗ് കുറച്ച് കഴിയുമ്പോൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ ഇവർക്ക് അധികം ലഭിച്ചുകൊണ്ടിരുന്ന ഈ ബോണസ് സംവിധാനം നിർത്തലാക്കുകയും പലപ്പോഴും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വളരെ വലിയ ആശ്വാസം, വലിയൊരു വിലക്കയറ്റത്തിലെ കുറച്ചെങ്കിലും പ്രതിരോധിക്കാൻ ലഭിച്ച ഈ ഒരു ആശ്വാസം പെട്ടെന്ന് നിന്നുപോയത് അവർ വലിയ ബുദ്ധിമുട്ടിലായി. പല കാര്യങ്ങളും അവർ ചെയ്തത് ഈ ബോണസിനെ കണ്ടുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് ജീവിക്കാൻ വളരെ പ്രയാസമാണ് എന്നൊരു സാഹചര്യം, ഒരവസ്ഥ സംജാതമായി. അപ്പം എന്താണ് സംഭവിച്ചത്? അപ്പോൾ അതിനെതിരെ മില്ലുടമകൾക്കെതിരെ ഈ തൊഴിലാളികൾ പ്രതിഷേധിക്കാൻ ആരംഭിച്ചു, സമരമാർഗങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ അതൊന്നും സംഘടിതമായിരുന്നില്ല, അവർക്കതിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ അവിടുത്തെ പ്രസിദ്ധനായ ഒരു പ്രാദേശിക നേതാവായ പട്ടേലിനെ ജനങ്ങൾ വന്ന് കാണുന്നത്. അപ്പോൾ പട്ടേൽ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെക്കുറിച്ച് അറിയുകയും അതിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ പട്ടേൽ ഗാന്ധിജിക്കും ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ കർഷകരുടെ സമരത്തിന് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി അങ്ങനെ ഈ ഒരു സമരം ഏറ്റെടുക്കുകയാണ്. 1918 അഹമ്മദാബാദ് മിൽ സമരം. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്തെന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1918 വർഷം ഞാൻ എഴുതാവേ, 1918 പ്രധാന കാരണം എന്താണെന്ന് ഓർത്തു നോക്കിയേ. പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ അതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പ്ലേഗ് ബോണസ് ആണെന്ന് പറയാം. അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം പ്ലേഗ് ബോണസ് തന്നെയാണ്. അങ്ങനെ ഗാന്ധിജി അവിടെ എത്തുകയും എന്നാൽ അതിനോട് നല്ലൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് ഈ ഉടമകൾ, തോട്ട ഉടമകൾ സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഗാന്ധിജി അവർക്കെതിരെ സമരം ആരംഭിക്കുന്നു. ഈ സമരം എങ്ങനെയെങ്കിലും പൊളിക്കണം, അല്ലെങ്കിൽ ഗാന്ധിജി വളരെ അനുവദിച്ചു കഴിഞ്ഞാൽ, ഇത് അനുവദിച്ച് തൊഴിലാളികൾക്ക് ഒരു അവകാശം അനുവദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വീണ്ടും ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും ഒരു ഭീഷണിയാണ് നിലനിൽക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി, ഈ സമരം പൊളിക്കാൻ വേണ്ടി ഈ ഉടമകൾ തീരുമാനിച്ചു. അതിന് ബ്രിട്ടീഷിന്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ബോംബെയിൽ നിന്ന് കുറഞ്ഞ കൂലി കൊടുത്ത് ആൾക്കാരെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അവരെയൊക്കെ തൊഴിലാളികൾ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തു. പലപ്പോഴും അത് തോട്ട ഉടമകൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുരഞ്ജന ശ്രമം എന്ന നിലയിൽ ഒരു 15 മുതൽ 20% വരെയുള്ള ബോണസ് അനുവദിക്കാമെന്ന് ഉടമകൾ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഈ ഒരു നിർദ്ദേശത്തെ ഗാന്ധിജി അക്സെപ്റ്റ് ചെയ്തില്ല. പലപ്പോഴും കർഷകർക്ക് അത് നല്ലൊരു ഉപദേശമായിട്ട് തോന്നി. എന്നാൽ ഗാന്ധിജി പറഞ്ഞു, ഇത്രയും വലിയൊരു വിലക്കയറ്റത്തെ തടയാൻ ഈ 15% പര്യാപ്തമല്ല. അതിന് നിങ്ങളുടെ ശമ്പളത്തിന്റെ 35% ബോണസ് ലഭ്യമാക്കണം ശമ്പളത്തിന്റെ, എങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ ഉടമകൾ, തുണിമിൽ ഉടമകൾ പലപ്പോഴും ഇത് പൂട്ടിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇനി തുറക്കുന്നില്ല എന്നൊരു നിലപാടിലേക്കൊക്കെ അവർ ചിലപ്പോഴും വന്നു. എന്നിരുന്നാലും അടുത്ത പ്രശസ്തനായ ഒരു തോട്ടം ഉടമയുടെ സഹോദരിയായ അനസൂയ ബഹന് ഗാന്ധിയുടെ പ്രവർത്തനങ്ങളോട് ആരാധന തോന്നുകയും ഈ പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്, ഒരു വനിത കൂടിയാണ് അനസൂയ ബഹൻ. അപ്പോൾ ഇവരെ അനസൂയ ബഹനും ഗാന്ധിജിയും ഈ തൊഴിലാളികളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി, ഈ 20% ബോണസ് മേടിച്ച് അങ്ങ് സമരം അവസാനിപ്പിക്കാൻ പാടില്ല, സാധനങ്ങളുടെ സേവനങ്ങളുടെ വില വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരെ പലപ്പോഴും ചിത്രങ്ങളിലൂടെയും ചില പാട്ടുകളിലൂടെയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. കണ്ടോ, ഗാന്ധിജി അനിഷേധ്യ നേതാവായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷമയും ആ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചതും കൊണ്ടാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രപിതാവ് എന്ന നിലയിലേക്ക് ഉയരാനായിട്ട് കാരണമായത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോൾ കർഷകർ വളരെ സന്തോഷത്തോടുകൂടി ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോയി. ഇവിടെയാണ് ഗാന്ധിജി
തൻ്റെ പ്രസിദ്ധമായ മറ്റൊരാശയത്തേക്ക് കൊണ്ടുവരുന്നത് നിരാഹാര സത്യാഗ്രഹം, ഭക്ഷണം കഴിക്കാതെയുള്ള പൂർണ്ണമായ ഉപവാസത്തോടു കൂടിയ നിരാഹാര സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ചമ്പാര സത്യാഗ്രഹമാണ്. ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ചമ്പാര സത്യാഗ്രഹമാണ്. ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെ, 1918 അഹമ്മദാബാദ് മിൽ സമരം. പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 35% ബോണസ് വർധനവ് എന്നുള്ള ആശയമാണ് അവതരിപ്പിച്ചത്. സോ ഇത് വളരെ വലിയ വിജയമാകുന്നു. കാരണം ഇവിടെ ഗാന്ധിജി ഉപവാസം അനുഷ്ഠിച്ച് അദ്ദേഹം മരിച്ചുപോയാൽ എന്താണ് സ്ഥിതി? മരിച്ചുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടമകളെ എല്ലാം ചിലപ്പോൾ ജനങ്ങൾ വധിച്ചെന്നിരിക്കും. ഞങ്ങളുടെ നേതാവിനെ കൊന്നു എന്നർത്ഥത്തിൽ അത് വേറൊരു തലത്തിലേക്ക് മാറാം. അത് ക്രമസമാധാന പ്രശ്നമാവും. സോ ഗവൺമെന്റും പറഞ്ഞു അത് പെട്ടെന്ന് തീർക്കണം. അതുകൊണ്ട് അവര് ഒത്തുതീർപ്പിന് വഴങ്ങി. 35% ബോണസ് വർധനവ് എന്ന തലത്തിലേക്ക് അവർ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം വഴി എത്ര ശതമാനം ബോണസ് വർധനവാണ് ലഭ്യമായത്? 30%. ഇത്രയുമാണ് അഹമ്മദാബാദ് മിൽ സമരം. എന്തൊക്കെയാണ് പറഞ്ഞത്? അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷമാ? 1918. എന്താ പ്രത്യേകത? ഗാന്ധിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം. എന്താണ് അതിന്റെ റീസൺ? പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എത്ര ശതമാനം വർധനവ് ലഭിച്ചു? 35% വർധനവ് ലഭിച്ചു. ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം 1918. ഓക്കെ, അഹമ്മദാബാദ് മിൽ സമരം കൂടി ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചതോടുകൂടി ഗാന്ധിജി വളരെ ഫേമസ് ആയി മാറുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പിലേക്ക് വരികയൊക്കെ ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തിന് മറ്റൊരു പ്രാദേശിക സമരം കൂടി ഗുജറാത്തിൽ നേരിടേണ്ടി വന്നു. 1918 ഗാന്ധിജി ഗുജറാത്തിൽ തന്നെ, അഹമ്മദാബാദ് ഗുജറാത്തിലാണല്ലോ, ഗുജറാത്തിൽ തന്നെ മറ്റൊരു സമരത്തിൽ കൂടി അദ്ദേഹം നേതൃത്വം നൽകേണ്ടി വന്നു. അതാണ് ഖേദ സത്യാഗ്രഹം. ഗാന്ധിജിയോടൊപ്പം തൻ്റെ വക്കീൽ കോട്ടുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുമായിട്ട് പട്ടേൽ മാറുന്ന ഒരു സമരം കൂടിയാണ് ഖേദ സമരം. 1918 ഖേദ സമരം. ഈ വെള്ളപ്പൊക്കവും വ്യാപകമായ കൃഷിനാശവും വരൾച്ചയും അതിനെ തുടർന്ന് വീണ്ടും വരൾച്ചയും അങ്ങനെ മൊത്തത്തിൽ കലുഷിതമായ ഒരു പരിസ്ഥിതിയോടുകൂടി ഖേദയിലെ കർഷകർ മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂമി തിരിച്ചടയ്ക്കാൻ, അല്ലെങ്കിൽ ഭൂമിയുടെ മേലുള്ള നികുതി തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഭൂമിയെല്ലാം ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയാണ് എന്നൊരു ദുഃഖവാർത്ത വരുന്നത്. അങ്ങനെ ഈ ഭൂമി, അവരുടെ സ്വന്തമായിട്ടുള്ള കൃഷിഭൂമി എല്ലാം ബ്രിട്ടീഷുകാർ കണ്ടെത്തിയതോടുകൂടി ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അവയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കപ്പെടാൻ ഈ കർഷകർ തീരുമാനിക്കുകയും അന്ന് ഏറ്റവും പ്രസിദ്ധനായ കർഷക സമരത്തിലൂടെ മുന്നോട്ട് വരുന്ന ഗാന്ധിജി അവർ പോയി കാണുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജി സമരത്തിൽ വളരെ നിർണായകമായി പങ്കെടുക്കുന്നു. നികുതി അടയ്ക്കേണ്ടതില്ല. അപ്പം ഖേദ എന്ന് പറഞ്ഞൊരു സമരം മറ്റ് സമരങ്ങളെ പോലെയല്ല, നികുതി രഹിത സമരമാണ്, നികുതി നിഷേധ സമരമാണ്. ഗാന്ധിജി നികുതി നിഷേധ സമരങ്ങൾ മുമ്പ് നയിച്ചിട്ടില്ല. ചമ്പാര സത്യാഗ്രഹം ചമ്പാരനിലെ നീലം കർഷകരുടെയുമായി ബന്ധപ്പെട്ടൊരു തീങ്കതി അവസാനിപ്പിക്കാനായിരുന്നു. അഹമ്മദാബാദ് മിൽ സമരം പ്ലേഗ് ബോണസ് പുനഃസ്ഥാപിക്കാനായിരുന്നു. ഇവിടെ നികുതി കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ശക്തമായൊരു തീരുമാനമായിരുന്നു. അതൊരു എൻറ്റയർലി ഒരു ദേശീയ നേതാവിലേക്കുള്ള ഒരു വളർച്ചയുടെ തുടക്കമാണ്. അപ്പൊ അദ്ദേഹം നികുതി നൽകേണ്ടതില്ല എന്ന് പറയുകയും മാത്രമല്ല അവരുടെ ആ ഭൂമിയിലെ ഉള്ളിപ്പാടങ്ങൾ, വളരെ വലിയ ഉള്ളിപ്പാടങ്ങളുള്ള കേരളത്തിലെ ചില ഉള്ളിപ്പാടങ്ങൾ നമ്മൾ സ്വന്തമായിട്ടങ്ങ് വിളവെടുത്തോളൂ, അത് മൊത്തം എടുത്തങ്ങ് മാറ്റിക്കോളൂ, ബ്രിട്ടീഷുകാർ കൊടുക്കണ്ട എന്ന തരത്തിലുള്ള നിലപാടൊക്കെ അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ ഉള്ളിപ്പാടങ്ങളിലെ ഉള്ളികളൊക്കെ നീക്കം ചെയ്ത ഒരാളാണ് മോഹൻലാൽ പാണ്ഡ്യ. മോഹൻലാൽ പാണ്ഡ്യ എന്നൊരു പേര് ഖേദ സത്യാഗ്രഹമായിട്ട് കേൾക്കേണ്ടി വരും. മോഹൻലാൽ പാണ്ഡ്യ. ഈ മോഹൻലാൽ പാണ്ഡ്യ അറിയപ്പെടുന്ന പേരാണ് ഉള്ളിക്കള്ളൻ അഥവാ ഡെംഗ്ലിച്ചോർ അല്ലെങ്കിൽ ഓണിയൻ തീഫ്. അപ്പോൾ അത് ഓർത്തു വെക്കണം. ഇന്ത്യയിൽ ആരാണ് ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഡെംഗ്ലിച്ചോർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒണിയൻ തീഫ് എന്നറിയപ്പെടുന്നത്? മോഹൻലാൽ പാണ്ഡ്യയാണ്. ഖേദ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ഖേദ സമരവും ഗാന്ധി വിജയിപ്പിക്കുന്നതോടുകൂടി ഗാന്ധി അനിഷേധ്യ നേതാവായി മാറുന്നു. എന്നിരുന്നാലും ഗാന്ധിജിയെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത് മറ്റൊരു കരിനിയമമാണ്. അതാണ് റൗലറ്റ് ആക്ട്. അതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കാം നോട്ടുകളിലൂടെ. ഓക്കെ, അഹമ്മദാബാദ് മിൽ സമരം 1918 അഹമ്മദാബാദ് മിൽ സമരം നമ്മൾ പറഞ്ഞതാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. ആദ്യ സത്യാഗ്രഹം ചമ്പാര സത്യാഗ്രഹം 17. അഹമ്മദാബാദ് മിൽ സമരം 18. അഹമ്മദാബാദ് മില്ല് ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ. നമ്മൾ പറഞ്ഞതാണ് തുണിമിൽ തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നം ഗാന്ധിജിയിലേക്ക് എത്തിച്ചത് അനസൂയ ബഹനാണ്.
ഏത് സമരത്തിലാണ് തൊഴിലാളികൾ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് ഈ പദം നോക്കിക്കോണേ, പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്ത്? പ്ലേഗ് ബോണസ് ആണ്. അപ്പൊ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ്, 35% ആണ്. 35% വേതന വർധന ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചത് അഹമ്മദാബാദ് മിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട 35% വേതനവുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ലഭിച്ചു. അഹമ്മദാബാദ് മിൽ സമരത്തിൽ അത് വിജയമായി തീരുകയും ചെയ്തു. ഖേദ സമരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഖേദ നികുതി നിഷേധ സമരം. കാരണം നികുതി നിഷേധ സമരത്തിന് ഗാന്ധി നേതൃത്വം നൽകിയത് 18-ലാണ്. ഗുജറാത്തിലെ ഖേദയിൽ ഉണ്ടായ പ്രതിഷേധത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണം എന്ന് കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചു. എന്നിട്ട് അവർ ഭൂമി ഏറ്റെടുത്തു. അതിനെതിരെയാണ് ഖേദ സത്യാഗ്രഹം. അത് നമ്മൾ പറഞ്ഞതാണ്. ഖേദ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഡംഗ്ലി ചോർ അല്ലെങ്കിൽ ഉള്ളിപ്പാടങ്ങൾ നീക്കം ചെയ്ത വ്യക്തിയുടെ പേര് ഓർമ്മയുണ്ടോ? മോഹൻലാൽ പാണ്ഡ്യയാണ് ഡംഗ്ലി ചോർ. ക്ലിയറായി. എന്നിരുന്നാലും ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജി ചുവട് വെക്കുന്നത് പഞ്ചാബ് അസ്വസ്ഥതയുടെ പേരിലാണ്. പഞ്ചാബിൽ എന്താണ് ആ ഡിസ്റ്റർബൻസ്, അതിലേക്കാണ് നമ്മൾ ഇനി അടുത്ത പോകേണ്ടത്. അപ്പോൾ പഞ്ചാബ് അസ്വസ്ഥതയും ഖിലാഫത്ത് പ്രസ്ഥാനവും സ്വരാജ് നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങളിലുള്ളത്. അപ്പോൾ ആദ്യകാല സത്യാഗ്രഹങ്ങൾ അനുബന്ധ വിവരങ്ങളും പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട വളരെ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളത് വ്യക്തമായി പഠിക്കുക തന്നെ വേണം.